തിങ്കളാഴ്ച വൈകിട്ടാണ് ചെന്നൈയിൽ അത്യന്തം നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ജയലളിതയ്ക്ക് ഹൃദയസ്തംഭനമുണ്ടായ ഞായറാഴ്ച വൈകിട്ട് തന്നെ ചെന്നൈയിലുള്ള മന്ത്രിമാരും MLA-മാരുമെല്ലാം അപ്പോളോ ആശുപത്രിയിലെത്തിയിരുന്നു. പിറ്റേന്ന് രാവിലെയോടെ മറ്റു ജില്ലകളിലുള്ള MLA-മാരും അപ്പോളോയിലെത്തി. അവർക്കെല്ലാം പന്നീർശെൽവം തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായാൽ മതിയെന്ന അഭിപ്രായമായിരുന്നു. എന്നാൽ വൈകിട്ട് ശശികലയുടെ നിർദ്ദേശപ്രകാരം പന്നീർശെൽവം ഇല്ലാതെ ചേർന്ന യോഗം PWD മന്ത്രി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുന്നു. ഇതറിഞ്ഞ BJP കേന്ദ്ര നേതൃത്വം അടിയന്തരമായി വെങ്കയ്യ നായിഡുവിനെയും അഭിഭാഷകയായ BJPയുടെ വനിതാ നേതാവിനെയും അപ്പോളോയിലേക്ക് അയക്കുന്നു. അതോടെ ശശികലയുടെ നീക്കങ്ങൾ പൊളിച്ച് വീണ്ടും പന്നീർശെൽവത്തെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിർദ്ദേശം ശശികല MLA-മാർക്ക് നൽകി. ഈ വാർത്തകൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ നാടകീയ നീക്കങ്ങൾ യാഥാർത്ഥ്യമാണ്. അപ്പോളോയിലേക്ക് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു മാത്രം പോകുന്നതാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. അതുപോലെ തന്നെ DMK MLA-മാരുടെ യോഗം ആദ്യം രാവിലെ 11 മണിക്കും പിന്നീട് വൈകിട്ട് 4 മണിക്കും 7 മണിക്കും തീരുമാനിച്ചെങ്കിലും തുടങ്ങുന്നത് രാത്രി 11 മണി കഴിഞ്ഞാണ്. അതിനെ പിന്നീട് DMK നേതൃത്വം വിശദീകരിച്ചത് വെങ്കയ്യ നായിഡു അപ്പോളോയിലേക്ക് വരുന്നതുകൊണ്ടാണ് പന്നീർശെൽവത്തിന് അവിടെ തുടരേണ്ടി വന്നത് എന്നാണ്. ആ യോഗത്തിലാണ് പന്നീർശെൽവത്തെ ജയലളിതയ്ക്ക് പകരം മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുന്നത്. ഈ നീക്കങ്ങളുടെ തുടർച്ചയാവും വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുക. G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.